എന്നെപ്പോലെ ഈച്ചയെ കൊണ്ടും കൊതുകിനെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഇവരെ കൊല്ലണമെന്ന് കരുതിയിട്ടല്ലേ? പക്ഷേ ഇവരുടെ ശല്യം അമിതമാകുമ്പോൾ ഇപ്പോൾ നമ്മളെ അടുക്കളയിലെ ടേബിളാണ് കേട്ടോ ഇത്. ഈ ഒരു ടേബിളിൽ ആരെന്ത് ഫുഡ് കഴിച്ചാലും ആ ഒരു 2 മിനിറ്റ് എവിടെ നിന്ന് അവർ വരുന്ന അറിയില്ല, ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ നമുക്ക് ഗ്ലാസ്സിലും പാത്രത്തിലും ഒക്കെ ഇരുന്നിട്ട് ഇതാകെ അത് കഴിക്കാനായിട്ട് വെറും ഒരു അറപ്പ് തോന്നുന്നൊരവസ്ഥയാണ്. അപ്പോൾ കൊതുകിനെയും അതുപോലെ തന്നെ ഈച്ചനെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ടിപ്പും കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈച്ച അത്രത്തോളം ഉണ്ട് നമ്മുടെ വീട്ടിൽ. വീട് ക്ലീന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കിയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല, നല്ല മഴയല്ലേ, മഴ പെയ്തിട്ട് ഈ ഒരു മാങ്ങയൊക്കെ വീണ് അതുമേലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് ഈച്ച പെരുകി. മാങ്ങാക്കാലം കഴിഞ്ഞിട്ടും ഈച്ച പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 2 ചെറുനാരങ്ങ എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 നാരങ്ങക്കാണ് 25 ഗ്രാമ്പുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിലോട്ട് നമ്മൾ 1/4 കപ്പാണ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് വെള്ളമൊഴിച്ച് ആദ്യം തന്നെ അരച്ചെടുക്കരുത്. അപ്പോൾ എന്താവും, അരഞ്ഞ് കിട്ടൂല. നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരഞ്ഞ് കിട്ടണം. നല്ല എഫക്റ്റുള്ളൊരു മരുന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അത്രയും എനിക്ക് നല്ല എഫക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നെപ്പോലെ ഈച്ചനെ കൊണ്ട് ശല്യപ്പെട്ട് തലവേദനയുള്ള ആൾക്കാർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് സമയം അരച്ചെടുക്കുമ്പോഴേക്കും ഇത് പേസ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിലോട്ട് 1 ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ, പച്ചവെള്ളം. അപ്പോൾ ഞാനിതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ലിക്വിഡാണ് ഈ ഒരു സമയം നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിതിലോട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നല്ല ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതി. ഈച്ച പമ്പ കിടക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും എങ്ങനെയായാലും ഈച്ച ഇങ്ങോട്ട് പാറി വന്നിട്ട് എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങോട്ട് 1, 2, 3 ഒന്നുമല്ല, ഒരുപാട് പെരുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഓടിക്കുക എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം. അതിപ്പോൾ നമ്മൾ എങ്ങനെ ഒരു മാർക്കറ്റിൽ പോയാലും നമുക്ക് പശ പോലെയുള്ളൊരു സാധനമൊക്കെ തരും. അതിങ്ങനെ ഒരു പുസ്തകം തുറന്ന് വെക്കണ പോലെ തുറന്ന് വെച്ചാൽ അതിൻ്റെ ചിറകൊക്കെ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ചാകും. പക്ഷേ അത് ചത്തിട്ട് കാര്യമില്ല. പിന്നെയും വീണ്ടും നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വീണ്ടും എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയൊരു ലിക്വിഡ് നമ്മൾ വീട്ടിൽ നല്ലൊരു സ്പ്രേ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഇത് നമുക്ക് യൂസ്ഫുൾ ആവും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഞാനിത് അരിപ്പിയിൽ വെച്ചിട്ട് അരിക്കണത് നമ്മൾ സ്പ്രേ ബോട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ബോട്ടലിൻ്റെ ആ ഒരു പമ്പിൽ ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ തടഞ്ഞിട്ട് സ്പ്രേ ചെയ്യാൻ കഴിയൂല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിത് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല എഫക്റ്റുള്ളൊരു അടിപൊളി മരുന്നാണ് ഈച്ചയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള. ഈച്ച ശല്യമുള്ള എവിടെയും ഇതൊരു 1-2 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടും. ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധാരണയുണ്ട്, ഇതിൽ നാരങ്ങാനീരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈലിലൊക്കെ അങ്ങനെ ഉറ്റിക്കുന്ന സമയത്ത് ടൈലങ്ങ് വെളുത്ത് പോവും, അതിൻ്റെ കളർ ചേഞ്ച് ആവും. ഒന്നുമില്ല, യാതൊരു പേടിക്കണ്ട കേട്ടോ. ഞാനിവിടെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാറ്. ഇപ്പോൾ ഏകദേശം 1-2 വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പം നമ്മളെ ടൈൽസിന് ഇതുവരെ വന്നിട്ടില്ല. ടൈൽസ് ആയാലും ഗ്രാനൈറ്റ് ആയാലും വെള്ളം പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. 100% എഫക്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിവിടെ തന്നെ ഉണ്ടാവും. കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾ എന്തായാലും ഇങ്ങനെ വിവരം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളമാക്കി എടുക്കരുത്. ഇതുപോലെ അത്യാവശ്യം നല്ല ഒരു ലിക്വിഡ്, നല്ലൊരു എഫക്റ്റുള്ള ലിക്വിഡായിട്ട് തന്നെ ഇതെടുക്കണം. അതല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം അത്ര കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല, നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഈച്ച ഒരുപാട് കണ്ട് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഇറിറ്റേഷനാണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ആട്ടിയാലും പോവില്ല. ജസ്റ്റ് നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ടൗണിൽ, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ടൗണിലൊക്കെ ആകുമ്പോൾ നമ്മളെ വീടും പരിസരവും മാത്രം വൃത്തിയായിട്ട് കാര്യമില്ല. ഇവരൊക്കെ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് റോട്ടിൽ അവിടെയും ഇവിടെയും കിടക്കും. അത് അവിടെയും ഇവിടെയും മാലിന്യത്തിലൊക്കെ കയറി ഇരുന്നിട്ട് പിന്നെ നേരെ
നമ്മുടെ അടുക്കളയിലോട്ടാണ് ഫസ്റ്റ് ഇവർ വരുന്നത്. കാരണം അവിടെ ആയിരിക്കുമല്ലോ എപ്പോഴും വെള്ളവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് വയറുവേദന, വയറിളക്കം അങ്ങനെ പല രോഗങ്ങളും വരുത്തും. അപ്പോൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലൊക്കെ നിങ്ങൾ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 100% നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ടൈൽസിലൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തോത്തിയിട്ടതാണ്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് കാണിച്ചു തരാം. വെള്ള കളറായിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കട്ടോ. അപ്പോൾ ഇത് ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റ് ആയാലും ടൈൽസ് ആയാലും എവിടെയും കളറൊന്നും ചേഞ്ച് ആവില്ല. പക്ഷേ എനിക്ക് ആകെയിലുള്ളൊരു ബുദ്ധിമുട്ട് ഇത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് അടുപ്പിലായാലും അതുപോലെ തന്നെ ടേബിളിൽ കുട്ടികളെന്തെങ്കിലും ഫുഡ് രാവിലെയൊക്കെ കഴിച്ച് പോയി 2 മിനിറ്റ് ലേറ്റായാൽ മതി, അപ്പോഴേക്കും ഇവർ എവിടെ നിന്നാണ് ഓടി വരുന്നതെന്ന് തന്നെ അറിയില്ല. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് കുറേയൊക്കെ ഞാനിങ്ങനെ ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ വരാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ടിപ്പ് എന്നെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈച്ചനെ കൊണ്ട്, ഈച്ച ശല്യം കൊണ്ട്. അപ്പോൾ ആ ഒരു ഈച്ചയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല കേട്ടോ. ഇത് 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ഭാഗമാണ് ഗ്യാസ് അടുപ്പിൽ. ഇവിടെയും ഇതുപോലെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഫുഡൊക്കെ വീഴും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നല്ലോണം ക്ലീനാക്കി ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഇടുക. ഇതാണ് നമ്മളെ ടേബിൾ കേട്ടോ. തുടക്കമായിട്ടൊന്നല്ല, കുറച്ച് പഴയ ടേബിളാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെയായത്. അപ്പോൾ ഇതുമ്മലുള്ള ഒരു ഈച്ച കണ്ടോ നിങ്ങൾ? ഞാനിവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ചുവിട്ടാൽ രാവിലെ തന്നെ ഈ ശല്യങ്ങളൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ഈച്ചകൾക്ക് ഇതൊന്നും ഏൽക്കണില്ല. ഇവരൊക്കെ ജനറേഷൻ മാറി വന്ന ഈച്ചകളാണെന്ന് തോന്നുന്നുണ്ട്. എന്ത് പുകഞ്ഞിട്ടും ഒരു കൂസലും ഇല്ല കേട്ടോ. ആ ഒരു ചന്ദനത്തിരി എത്ര എണ്ണമാണോ ഞാൻ കത്തിച്ച് വെച്ചത് അതൊക്കെ അവർ സ്മെല്ല് ചെയ്ത് ആസ്വദിച്ച് ടേബിളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഞാനൊരു കൂട് മുഴുവനായിട്ട് തന്നെ കത്തിച്ചിട്ടുണ്ട്, എന്നിട്ടും ഒരു മാറ്റമില്ല. പക്ഷേ ടേബിളിൽ അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതാ ഇവരൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി ലിക്വിഡ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുടയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എത്രത്തോളം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യണില്ല, ഇതുപോലെ കുടയാണ് കേട്ടോ. കുടഞ്ഞെടുക്കുക. സ്പ്രേ ബോട്ടിലെത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുടഞ്ഞതിൻ്റെ സ്മെല്ലങ്ങ് എത്തുമ്പോഴേക്കും തന്നെ ഒറ്റയൊന്നും പിന്നെ ടേബിളിലില്ല കേട്ടോ. ഒക്കെ ലൈവ് റിസൾട്ടാണ്. നിങ്ങളൊന്ന് കണ്ട് നോക്കുക. കണ്ടു നോക്കുമ്പോഴേ തന്നെ നിങ്ങൾക്കത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ നാരങ്ങാനീരും രണ്ടും കൂടുമ്പോൾ നല്ല എഫക്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു 2-3 കർപ്പൂരം കൂടി ഇതിലോട്ട് പൊടിച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ്സും ആയിരിക്കും. ഒപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി കൂടി കിട്ടും കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി നമ്മളെ അടുക്കളയിലായാലും എങ്ങോട്ട് വരുമ്പോൾ ഇതുപോലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു മനസ്സിനും ഒക്കെ ഒരു നല്ലൊരു കുളിർമയാണ്. അപ്പോൾ കർപ്പൂരമുള്ളവർ 2 കർപ്പൂരം ചേർക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൊതുക്, പാറ്റാപ്പല്ലി ഒന്നും പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് വരില്ല. അപ്പോൾ അതാ ഞാൻ ടേബിളിലൊന്ന് കുടഞ്ഞപ്പോഴേക്കും എവിടെ ഏകദേശം ഒരു 200 കൊതുകുകളെയും ഈച്ചകളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ ടേബിളിൽ. ഇപ്പോൾ ഒറ്റയൊന്നും കാണാനില്ല നമ്മൾ ഈ ഒരു വെള്ളം കുടഞ്ഞപ്പോൾ. സാധാരണ പച്ച വെള്ളമാണെങ്കിൽ ഇവരെന്തായാലും വന്നിരിക്കും അല്ലേ. ഈ ഒരു വെള്ളം കുടഞ്ഞപ്പോഴേക്കും ഒറ്റ പോലും കാണാനില്ല കേട്ടോ. ഇനി നമ്മളൊരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഒരിക്കലും തുടക്കുന്ന വെള്ളത്തിലോട്ട് ഒഴിക്കുക അതുപോലെ തന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കണം. അപ്പോഴേ ഇത് നല്ല എഫക്റ്റായിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഒഴിച്ച് തുടക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ടേബിൾ മുഴുവനായിട്ട് ഇതുപോലെ തുടച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ആരെങ്കിലുമൊക്കെ ഈ ഒരു വഴിക്ക് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കൂട് ചന്ദനത്തിരി മുഴുവനായിട്ട് കത്തിച്ചിട്ടും ഒന്നൊരു കൂസലില്ലായിരുന്നു. എല്ലാം അങ്ങനെ ഓടി നടക്കിന് കേട്ടോ ടേബിൾ മുഴുവനായിട്ട്. അപ്പോൾ ടേബിൾ കുറേ നേരമായി ഞാൻ തുടച്ചിട്ടിട്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ടേബിളിലില്ല, പക്ഷേ ആ ഒരു ഫ്ലോറിലോട്ട് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടിയും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചിടാം. അപ്പോൾ ലൈവായിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടോ ടേബിളിലോട്ട് പോലും കിടക്കുന്നില്ല. അതുപോലെ തന്നെ തറയിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് തുടച്ചെടുക്കുക, അതിനുശേഷം മാത്രം സ്പ്രേ ചെയ്തിട്ട് തുടക്കുക കേട്ടോ. അല്ലാതെ തുടക്കുന്ന വെള്ളത്തിലോട്ട് ഒഴിച്ചെടുത്ത് തുടക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായി, അതുപോലെ തന്നെ നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട്. നമ്മുടെ ആ ഒരു നാരങ്ങാനീരും അതുപോലെ തന്നെ
ഗ്രാമ്പൂവിൻ്റെയൊക്കെ ആ സ്മെല്ല് നല്ല സൂപ്പർ സ്മെല്ലാണ്, ഒരു പോസിറ്റീവ് എനർജി കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീട് എപ്പോഴും അടുക്കളയിലാണ് ഈച്ച വന്നിരിക്കില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇവിടെ എന്തെങ്കിലും ഒരു ഇത്തിരി വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒരു തുള്ളി വീണാൽ മാത്രം മതി. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആ ടൈലിൽ എവിടെയും വെള്ളക്കറ വന്നിട്ടുണ്ടോ നിങ്ങളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിസൾട്ടൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ടേബിളിലും അങ്ങനെ തന്നെയാണ്, ഒറ്റ ഈച്ച പോലും ഇല്ല. പഴയ ടേബിളായതുകൊണ്ട് കേട്ടോ കുറേ കുത്തും പുള്ളിയൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ തറയും തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും ഒക്കെ ഉണ്ടാവും. ഇതിലോട്ട് ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല, താല്പര്യമുള്ളവർക്ക് വിനാഗിരി കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കണ്ടല്ലോ ടൈല് എവിടെയും വെള്ള കളറായിട്ടുണ്ടോ ഇല്ലല്ലോ. അപ്പോൾ യാതൊരു പേടിക്കണ്ട. അപ്പോൾ ഈച്ചകളെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 അച്ചാർ ഈ ഭരണി ഉണ്ടല്ലോ, ഈ ഒരു ഭരണിൻ്റെ മൂടി ഇതിലൊക്കെ ഒരുപാട് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കാൻ ഒട്ടും തോന്നില്ല, അത്രയൊരു അറപ്പായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു കുപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ അവർ ഇതുപോലെ കീറി ഒന്നും ഇരിക്കൂല കേട്ടോ. അതല്ല നമ്മൾ കെമിക്കലായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുള്ളല്ല ഉണ്ടാവുക, ആരോഗ്യത്തിന് ഒരുപാട് ഹാനികരമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിൽസൊക്കെ ഇതുപോലെ ഒന്ന് ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഒന്ന് തോർത്തിയെടുക്കാം. അപ്പോൾ ഇത് അച്ചാറിൻ്റെ ഭരണിയാണ്ടോ, ഒന്ന് ഉപ്പിലിട്ട മാങ്ങയും അതുപോലത്തെ ഒന്ന് മാങ്ങച്ചാർ വേണം. അപ്പോൾ അതാ ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് അതൊക്കെ എടുത്താൽ മുടിമേരി ഇച്ചിരി ഉണ്ടായാൽ മതി, പിന്നെ പറയേണ്ട ആവശ്യമില്ല, പിന്നെ ഓരോരോ അറ്റാക്കാണ്. അപ്പോൾ അതാ നമ്മൾ ടേബിളും ഭരണിയൊക്കെ ക്ലീനായി കണ്ടല്ലോ.